ഹലോ എവ്രി വൺ. ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്ത് കിട്ടി. LDL കൂടുതലാ, ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലാ, HDL കൂടുതലാ, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല കൊളസ്ട്രോൾ അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയാറ്. നമുക്ക് ഇവരെല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ഇവരാരൊക്കെയാണ്, ഇവരെന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യണേ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്നത് കൊളസ്ട്രോളും അതേപോലെ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുഡ് കഴിച്ച് ഇത് ബ്ലഡ് സ്ട്രീമിൽ നിന്ന് വേറെ സ്ഥലത്തിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനൊരു വെഹിക്കിൾ വേണം. കാരണം ഇത് വാട്ടർ സോളിബിൾ അല്ല, ഫാറ്റ്സ് ഒരിക്കലും വാട്ടർ സോളിബിൾ അല്ല. അപ്പോൾ ഇതിനുള്ള ഈ വണ്ടിയാണ് ലൈപ്പോ പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ ഇതിൽ ലിപ്പിഡ് ഉണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടുള്ള ലിപ്പിഡ്സ് ഉണ്ട്. ഇനി ഇത് നമ്മുടെ സെൽസിന് മനസ്സിലാവണം അല്ലേ, ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇത് കൊളസ്ട്രോൾ ആണ്, നമ്മളത് എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ നമുക്ക് ബ്ലഡിൽ പോകുമ്പോഴുള്ള ഒരു സോളിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതിലുള്ള പ്രോട്ടീൻ ഉള്ളത്. ഓക്കെ, ഈ പ്രോട്ടീനെ പറയുന്ന പേരാണ് അപ്പോ ലൈപ്പോ പ്രോട്ടീൻ. ഇനി എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ വണ്ടിയുടെ വലിപ്പം. ഓക്കെ, ഏറ്റവും വലിയ വണ്ടി ഒരു 10 സീറ്റർ അല്ലെങ്കിൽ 12 സീറ്റർ ആയിട്ടുള്ളൊരു ട്രാവലറാണ് കൈലോ മൈക്രോൺസ്. അത്രയും ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ വണ്ടിയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു 7 സീറ്റർ മതി, ഒരു ഫോർച്യൂണറൊക്കെ മതി. അതാണ് നമ്മുടെ VLDL. ഇനി അതിനും കുറഞ്ഞുള്ള ആൾക്കാരാണ് 5 ആൾക്കാരേ ഉള്ളൂ, ഒരു 5 സീറ്റർ വണ്ടി മതി എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നതാണ് LDL. അതായത് നമ്മുടെ ഒരു ബെൻസ് എന്നിരിക്കട്ടെ. ഓക്കെ, അതാണ് നമ്മുടെ LDL. ഇനി അത്ര വലിയ വണ്ടിയും വേണ്ട, ആകെ കുറച്ച് പേരേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം നമ്മളൊരു ബൈക്ക്, ഒരു ജാവ ആണെന്ന് വിചാരിക്കുക, അതാണ് നമ്മുടെ HDL. അപ്പോൾ ഏറ്റവും വലിയ വണ്ടിയാണ് നമ്മുടെ കൈലോ മൈക്രോൺസ്. അത് കഴിഞ്ഞിട്ട് VLDL വന്നു, പിന്നെ LDL വന്നു, പിന്നെ ഏറ്റവും ചെറിയ വണ്ടിയാണ് HDL. അപ്പോൾ ആദ്യം നമ്മൾ ഭക്ഷണം കഴിച്ച് കൊളസ്ട്രോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. അപ്പോൾ അത് വലിയൊരു ഫോമിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെല്ലാത്തിനെയും കൈലോ മൈക്രോൺസിൽ കയറ്റുക. ഇനി ഇൻറ്റസ്റ്റൈനിൽ നിന്നും കൈലോ മൈക്രോൺസ് നേരെ ലിവറിലെത്തുമ്പോൾ ലിവറിൽ ഓൾറെഡി കുറച്ച് കൊളസ്ട്രോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കുറച്ച് ട്രൈഗ്ലിസറൈഡ്സും കൂടെ അവിടെ നിന്ന് കയറും. ഓക്കെ, എന്നിട്ട് ഇവരെല്ലാവരും കൂടെ പിന്നെ ഒരു ചെറിയ വണ്ടിയിലെത്തും. കാരണം നമ്മൾ കുറച്ച് കൊളസ്ട്രോൾ ലിവറിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവരൊരു ചെറിയ വണ്ടിയിൽ കയറ്റിയാൽ മതി. അതാണ് നമ്മുടെ VLDL. ഇനി ഈ VLDL നേരെ ബ്ലഡ് സ്ട്രീമിൽ എത്തുന്നു, ഓർഗൻസിലോട്ടൊക്കെ എത്തുന്നു. അങ്ങനെ ഓർഗൻസിൽ നമ്മുടെ മസിൽസിൽ പോയിട്ട് ട്രൈഗ്ലിസറൈഡ്സ് കൊടുക്കുമ്പോൾ അത് എനർജിക്ക് വേണ്ടി അബ്സോർബ് ചെയ്യുന്നു. ഇനി അഡിപ്പോസൈറ്റ്സിൽ പോയിട്ട് സ്റ്റോറേജിനായിട്ട് ട്രൈഗ്ലിസറൈഡ്സ് കൊടുക്കുമ്പോൾ അതൊരു സ്റ്റോറേജ് ഫോം എന്നുള്ള രീതിക്ക് അഡിപ്പോസ് ടിഷ്യൂവിൽ നിൽക്കുന്നു. ഇനി LDL പോയിട്ട് ബാക്കി സെൽസിനൊക്കെ ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ കൊടുക്കുകയാണ്. എന്നിട്ട് സെൽസൊക്കെ എടുത്തു, എല്ലാവർക്കും തൃപ്തിയായി, ആവശ്യമൊക്കെ കഴിയും. പക്ഷെ എന്നിട്ടും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവരെ കൊണ്ടുപോകാനുള്ള വണ്ടി നമ്മൾ വിളിക്കണം. അതാണ് നമ്മുടെ ബൈക്ക്. ഓക്കെ, നമ്മുടെ ജാവ വന്നു, അതാണ് നമ്മുടെ HDL. അങ്ങനെ ജാവയിൽ കയറി ഇവരെല്ലാവരും കൂടെ പറയാണ് നമുക്ക് തിരിച്ച് ലിവറിലോട്ട് തന്നെ പോവാം എന്ന് പറയണം. അപ്പോൾ ലിവറിലെത്തുന്നു. അങ്ങനെ ബാക്കി വന്ന കൊളസ്ട്രോളും ഉണ്ട്. അപ്പോൾ ലിവർ പറയണം നിങ്ങൾ എന്താ വൈകിയത്, എനിക്ക് ബൈൽ ഉണ്ടാക്കാൻ സമയം, എനിക്ക് ബൈൽ ഉണ്ടാക്കിയിട്ട് വേണം ഇനി ഇൻറ്റസ്റ്റൈൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയണം. അപ്പോൾ ബൈൽ ഉണ്ടാക്കുന്നു, നേരെ ഇൻറ്റസ്റ്റൈനിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇൻറ്റസ്റ്റൈനിലെത്തി ലിവർ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലാത്ത പാർട്ടിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു, പുറത്ത് ഫീക്കസിലൂടെ കളയുന്നു. ഇനി ആവശ്യമുള്ള പാർട്ട് നമ്മൾ പിന്നെയും ലിവറിലോട്ട് തന്നെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ലിവറിൽ നിന്നും സെൽസിലോട്ടൊക്കെ കൊളസ്ട്രോൾ കൊടുക്കുമ്പോൾ ആ ഒരു വണ്ടിയിൽ കൂടുതലാണ് കൊളസ്ട്രോൾ ഉള്ളത് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ LDL എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ചീത്ത കൊളസ്ട്രോൾ എന്നും. ഇനി എല്ലാ യൂസും കഴിഞ്ഞ് ബാക്കി വന്ന കൊളസ്ട്രോളിനെ കയറ്റി വിടുന്ന വണ്ടിയാണ് നമ്മുടെ HDL. ആ HDLലുള്ള കൊളസ്ട്രോൾ കുറവായതുകൊണ്ടാണ് അതിനെ നമ്മൾ നല്ല കൊളസ്ട്രോൾ എന്നും പറയുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ LDLും നമുക്ക് ആവശ്യമാണ്, HDLും ആവശ്യമാണ്. ഇവിടെ നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ എന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ടും അവരുടെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് നേരെ നടക്കുള്ളൂ. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.